ദുആ ചെയ്യുമ്പോൾ ഒരുപാട് നിബന്ധനകളും ഷർത്തുകളും ഉണ്ടെന്ന് നമുക്കറിയാം. ആദ്യമായി അള്ളാഹുവിന് ഹംദ് പറയണം, അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് മുത്തുനബിയോരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അത് കഴിഞ്ഞാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാത്ത ദുആകൾ അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം അത് ചൊല്ലാറുണ്ട്. പക്ഷെ നമ്മുടെ രഹസ്യ ദുആകളിൽ, നമ്മൾ സ്വന്തമായി ദുആ ചെയ്യുന്ന ദുആകളിൽ എത്ര പേർ അത് ചൊല്ലാറുണ്ട്? നമ്മൾ അള്ളാഹുവിന് പറയണം, അള്ളാഹുവേ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കണേ അള്ളാഹ്, അവർ അസുഖങ്ങൾ ഷിഫായി കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ കാവലേകണേ അള്ളാഹ് എന്നൊക്കെ ദുആ ചെയ്തിട്ടാവണം നമ്മൾ നമ്മുടെ കാര്യം ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു ചോദിക്കുന്ന ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.